പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കരുത്, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അല്ലെ പ്രാർത്ഥിക്കുന്നവരെ കൂടെ ശല്യപ്പെടുത്തരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരെ ഉടനെ എല്ലാവരും കൂടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഫിലിപ്പി ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം 5 മുതൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ തുടരുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം. അതായത് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ കണ്ടുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സോടെ യേശുവിനെ പ്രസംഗിക്കണം. ഇങ്ങനെ ഏക മനസ്സോടെ പ്രസംഗിക്കുന്നതിനുള്ള തടസ്സമാണ് ഓരോരുത്തരും താങ്കളെ വലിയവരായി കരുതുന്നത്, ഓരോരുത്തരും എളിമപ്പെടാൻ തയ്യാറാകാതിരിക്കുന്നത്, താഴാൻ മനസ്സില്ലാതിരിക്കുന്നത്. ഇതെന്ത് ചെയ്യും? ഇത് ഏക മനസ്സോടെ യേശുവിനെ പ്രസംഗിക്കുന്നതിന് തടസ്സമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഒരു കൂട്ടായ്മയില്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അതായത് സാത്താൻ പ്രവേശിക്കുന്നത് എപ്പോഴും, സാത്താൻ ക്യാമറയിൽ കയറുന്നത്, സാത്താൻ മൈക്കിൽ കയറുന്നത്, സാത്താൻ ഹോളിൽ വരുന്ന ആളുകളിൽ കയറുന്നത് എല്ലാം എപ്പോഴാണെന്നറിയാം? ഭിന്നത. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ കൂട്ടായ്മയില്ലെങ്കിൽ, താഴാൻ തയ്യാറല്ലെങ്കിൽ, എളിമപ്പെടാൻ തയ്യാറല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതവൻ എവിടെങ്കിലും കയറും. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കൂട്ടായ്മ, കുടുംബത്തിൽ കൂട്ടായ്മയില്ലെങ്കിൽ, സഭയിൽ കൂട്ടായ്മയില്ലെങ്കിൽ, ഇടവകയിൽ കൂട്ടായ്മയില്ലെങ്കിൽ അവിടെ സാത്താൻ ഒരു വാതിൽ തുറക്കപ്പെട്ടു. പിന്നെ തലകുത്തി മറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അറിവും പാണ്ഡിത്യവും കഴിവും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പിശാച് കയറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി. അപ്പൊ അനുസരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഒരാൾ എളിമപ്പെടുകയാണ് അനുസരിക്കുന്ന സമയത്ത്. ഇപ്പൊ എനിക്കെല്ലാം അറിയാം, എന്നെക്കാളും തികഞ്ഞ ഒരാൾ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അനുസരിക്കാൻ പറ്റുമോ? പറ. പറ്റില്ല, അനുസരിക്കാൻ പറ്റില്ല. പിള്ളേർ ചിന്തിക്കുകയാണ്, അപ്പനമ്മയ്ക്ക് എന്തറിയാം, മാതാപിതാക്കന്മാർക്ക് എന്തറിയാം? എവിടെ നിഷേധമുണ്ടോ അവിടെ പിശാചുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ പിശാചുണ്ട്, എവിടെ ധിക്കാരമുണ്ടോ അവിടെ പിശാചുണ്ട്, എവിടെ മാത്സര്യമുണ്ടോ അവിടെ പിശാചുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ എവിടെ എളിമയുണ്ടോ, എവിടെ അനുസരണമുണ്ടോ, എവിടെ വിധേയത്വമുണ്ടോ, എവിടെ കൂട്ടായ്മയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം? സാത്താന്റെ ഏജന്റുമാരായിട്ട് മാറരുത്, പിശാചിന്റെ ഏജന്റുമാരെ ദല്ലാളുകളായിട്ട് മാറരുത്. മാറാതിരിക്കാൻ എന്ത് ചെയ്യണം? എളിമപ്പെടണം, താഴണം, തോൽക്കണം, വിട്ടുകൊടുക്കാൻ തയ്യാറാവണം, മാത്സര്യവും അഹങ്കാരവും ഉപേക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ദൈവം ഉയർത്തുന്നത്. ദൈവം ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു,
ഉടനെ അവൻ്റെ കഴുത്തിന് പിടിക്കാൻ പോകരുത്. മനസ്സിലായി? നീ എന്നെ പറയാൻ അത്രയ്ക്ക് ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം. ഉടനെ അവൻ്റെ കഴുത്തിന് പിടിക്കാൻ പോകരുത്. അത് മനസ്സിലാക്കണമെന്നറിയോ, നമ്മൾ എത്ര 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 അറിവുള്ളവരാണെങ്കിലും, എത്ര കഴിവുള്ളവരാണെങ്കിലും, നമുക്ക് എത്ര PhD ഉണ്ടെങ്കിലും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, എളിമയില്ലാതെ ഒരു മനുഷ്യനെ ദൈവം തൊടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ താഴാൻ മനസ്സില്ലാത്തവനെ ദൈവം, അവൻ ആരുടെ? അവൻ പിശാചിന്റെ ഏജന്റാണ്. പള്ളിക്കകത്തായിരിക്കും നിൽക്കുന്നത്, പക്ഷെ പിശാചിന്റെ ഏജന്റാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പള്ളിക്കകത്തായിരിക്കും നിൽക്കുന്നത്, ആൾത്താരല്ലായിരിക്കും നിൽക്കുന്നത്, പക്ഷെ ആരുടെ ഏജന്റാണ്? പിശാചിന്റെ ഏജന്റാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പറയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഉണ്ടാവാതെ സുവിശേഷ പ്രഘോഷണം ഇല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് പാട്ട് പാടുന്ന ബ്രദറും ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത എൻ്റെ ഉള്ളിൽ വന്നാൽ, ഈ ബ്രദർ ഈ പാട്ടാണോ പാടുന്നതെന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോൾ എൻ്റെ അഭിഷേകം കെട്ടാവും. നിങ്ങൾക്കറിയാം, അത് പിന്നെ സാധനം വരില്ല. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഓസ്ട്രേലിയയിൽ പോയി വചനം പ്രസംഗിക്കുകയായിരിക്കും, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പൊ അന്റാർട്ടിക്ക പോയി മഞ്ഞുമലക്കകത്ത് നിന്ന് മഞ്ഞു മനുഷ്യരോട് വചനം പ്രസംഗം, കാര്യമില്ല, കൂട്ടായ്മയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഭിന്നത. ഭിന്നിപ്പിക്കാൻ കാരണങ്ങൾ അന്വേഷിക്കും, ഭിന്നതയുടെ വിത്ത് വിതയ്ക്കും. മനസ്സിലായി? മിനിസ്ട്രികളെല്ലാം തകരാൻ പിശാച് എടുത്ത് ഉപയോഗിച്ച ആയുധമാണ് ഭിന്നത. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം, എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു ഉദാഹരണം. അതായത് ഒരു പ്രദേശത്തുള്ള കുറെ അധികം വൈദികര് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഇവിടെങ്ങുമല്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം. ഒരു സ്ഥലത്ത് അച്ഛന്മാര് ഒരുമിച്ചിരുന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അന്ന് 15-16 അച്ഛന്മാര് ഒരുമിച്ച് വരികയാണ്, വന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഓരോ ആഴ്ചയും ഓരോ ഇടവകയിലേക്ക് പോകും. ആ ഇടവകയിൽ ചെന്ന് വൈകുന്നേരം അവിടെ അച്ഛന്മാരെല്ലാം ഒരുമിച്ചിരുന്ന് ആരാധന നടത്തി പ്രാർത്ഥിച്ച് ആ ഇടവകയെ അനുഗ്രഹിച്ച് അച്ഛന്മാര് ആത്മീയമായിട്ട് ബലപ്പെട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് നല്ല ഭക്ഷണം കഴിച്ച് തിരിച്ചു. അപ്പൊ ആ കൂട്ടായ്മയിൽ പൊക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇടവകകളിലെല്ലാം വലിയ വ്യത്യാസം. ഞങ്ങൾ വൈദികർ ഒരുമിച്ച് കൂടിയിരുന്ന് ഒറ്റക്കെട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പള്ളികളിലെല്ലാം ഉണർവ്, ഞങ്ങളുടെ പള്ളിയിലെല്ലാം വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞ് ഞാൻ ഈ അച്ഛനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥന? അന്ന് അദ്ദേഹം വളരെ വേദനയോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചോ അത് തല്ലിപ്പിരിഞ്ഞെന്ന് പറഞ്ഞു. അത് തല്ലിപ്പിരിഞ്ഞ അച്ചോ. അതെന്താ കാര്യം? അതായത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ചിലർക്ക് തോന്നുകയാണ്, ഇതിൽ ആരാണ് ഇതിന്റെ ലീഡർ? ആരാണ് ഇതിനകത്ത് വലിയവൻ? ആര് പറഞ്ഞാലാണ് എല്ലാവരും അനുസരിക്കേണ്ടത്? ഇതിനകത്തെ വലിയ ആളാരാണ്? അപ്പൊ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു, ഒരാൾ പറയുന്ന ഒരാൾക്ക്, അപ്പൊ അയാളുടെ പള്ളി ഒരാൾ വരാതായി. ചുരുക്കി പറഞ്ഞ എന്ത് ചെയ്തു? അധികം മുന്നോട്ട് പോയില്ല, അത് തല്ലിപ്പിരിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ വൈദികർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും അച്ഛന്മാർ ചിലർ വരാതാവുമ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ എന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ അച്ഛാ, അതിന് വരാൻ മാത്രം തടസ്സം, അതിന് വരാൻ സമ്മതിക്കത്തില്ല. അതിന് അന്നേരമാണ് ഇടവകയിൽ അന്നേരം ഒരു മരണം. അതിനെന്നാ ഇന്ന് വൈകിട്ട് പോയി മൗണ്ട് കാർമലിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ അന്ന് വൈകിട്ട് എന്തെങ്കിലും ഒരു ഇടാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കുന്നതിനെ പിശാചിന് ഭയമാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിനെ ഭിന്നിപ്പിക്കും. അവിടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. ഓരോരുത്തരും അവരവരുടെ മുറിയിലിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്ത് കാര്യം? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അമ്മയുടെ മുറി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൻ്റെ മുറി പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കള് അവരുടെ പ്രാർത്ഥിക്കുന്നു. എന്ത് കാര്യം? ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നമ്മൾ അവിടെ പിശാചിന്റെ ടാർഗറ്റായി മാറി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, അനുസരണമുള്ളവനായി തന്നെ
താഴ്ത്തി, ആകയാൽ ദൈവം അവനെ ഉയർത്തി, അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇനി ഒരു വളരെ പ്രസക്തമായൊരു കാര്യം പറയുകയാണ്. സ്വർഗത്തിൽ ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ, വായിക്കാം വാക്യം 10 വായിച്ചേ. ഇത് യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് യേശുവിന്, നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചേ, യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവത്തിന് മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പറയണം ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കുറച്ചുകൂടെ കൂടി, നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അങ്ങനെയാണോ? അല്ല. ദൈവം അനാദി മുതലേ മഹത്വത്തിൽ സമ്പൂർണനാണ്, മഹത്വം തികഞ്ഞവനാണ്. ശ്രദ്ധിക്കുക. പിന്നെന്തേ പറയുന്നത്? അതായത് യേശു എന്ന നാമത്തെ ഉയർത്തി എന്നായി പറയുന്നത്. ദൈവത്തെ ഉയർത്തി എന്നല്ല, യേശു എന്ന നാമം, ആ നാമം ഭൂമിയിലെ ഏറ്റവും വലിയ നാമമായി മാറി പുത്രന്റെ അനുസരണത്തിലൂടെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു എന്ന നാമം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നാമമായി മാറി. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ ഫ്ലാഗിന്റെ കീഴിലാണ്, ജയക്കൊടിയുടെ കീഴിലാണ് ജീവിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ പതാകയുടെ കീഴിലാണ്. അതായത് യേശു നാമം. അതാണ് പറയുന്നത്, അവിടുത്തെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്. ഗോപുരം, ബലിഷ്ഠമായ ഗോപുരം. മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ആളാരാണ്? യേശു. അപ്പൊ നിങ്ങൾ യേശുവിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, കർണാടകയിൽ വെച്ച് യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ എന്നോട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, അച്ഛാ, ഞാനൊരു നല്ല കമ്പനിയുടെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഇന്ന് വരെ ആർക്കും ഒരു പേരുദോഷവും കേൾപ്പിക്കാത്ത, എല്ലാവരുടെയും മുമ്പിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ പേര് കേട്ട ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ കൊള്ളാവുന്ന ഒരു കുടുംബനാഥനാണ്. ഞാൻ പോലീസുകാരുടെ കൂടെ ഒരു കുറ്റവാളിയായിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലൂടെ, ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ഞാൻ വളരെയധികം നാണം കെട്ടു. കാരണം എന്താണ്? ഞാൻ നല്ല ശമ്പളം കിട്ടുന്ന വലിയൊരു കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ്. എന്നെ ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ കൊണ്ടുപോകുമ്പോൾ ഞാൻ നാണം കെട്ടു. പെട്ടെന്ന് ആ നാണക്കേടിൽ നിന്ന് പരിശുദ്ധാത്മാവ് രക്ഷപ്പെടാൻ എന്നെ സഹായിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ചിന്തിച്ചു, ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ യേശുവിന്റെ പേരിലാണല്ലോ ഞാനിപ്പോൾ നാണം കെട്ടവനായി ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് എന്നോർത്തപ്പോൾ എന്റെ അഭിമാനം ഇരട്ടിയായി. ഇപ്പൊ പോലീസ് കൊണ്ടുപോവാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ അഭിമാനം ഇരട്ടിയായി. കാരണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ, ഏറ്റവും വലിയ മുതലാളിയുടെ പേരിലാണല്ലോ ഇപ്പോൾ ഞാൻ ഈ പോലീസുകാരുടെ കൂടെ നടത്തപ്പെടുന്നത് എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതനായ ഒരാളുടെ പേരിലാണ് നിങ്ങൾ അപമാനിക്കപ്പെട്ടത്. ഉന്നതനായ, പറഞ്ഞ ഹല്ലേലൂയ. എന്നാണ് പറയുന്നത്, യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? വേണ്ട, ഞാൻ കുറച്ചുകൂടെ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ പറയാം, നിങ്ങൾക്ക് മാർപ്പാപ്പയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. മാർപ്പാപ്പയൊന്നും കാണാനൊന്നും പാവപ്പെട്ടവരായ നമുക്ക് എപ്പോഴൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് മാർപ്പാപ്പയെ ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ഈ അമ്മയ്ക്ക് മാർപ്പാപ്പയെ എങ്ങനെ കാണാനാ? നടക്കത്തൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു, നിങ്ങൾക്ക് യേശുവിനെ കാണാൻ ഭാഗ്യമുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു, നാളെ ഒരു കാലത്ത്
നിങ്ങൾ ഈ കാണണമെന്ന് ആഗ്രഹിച്ച മാർപ്പാപ്പയും മുട്ടുകുത്തും അവന്റെ മുമ്പിൽ. അവനെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഈ മാർപ്പാപ്പയും നാളെ ആരുടെ മുമ്പിൽ മുട്ടുകുത്തും? മനസ്സിലായി? ഇന്ന് ലോകത്ത് നമ്മൾ വലിയവരെന്ന് കരുതുന്ന എല്ലാവരും അവന്റെ മുമ്പിൽ ഒരിക്കൽ മുട്ടുകുത്തും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലോകത്തിലെ വലിയവരെ അറിയുന്നതാണോ, ലോകത്തിലെ ഏറ്റവും ഉന്നതനായവനെ അറിയുന്നതാണോ നല്ലത് എന്നത് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. ഏറ്റവും ഉയർന്നവനെ, എനിക്ക് യേശുവിനെ ഏറ്റവും ഉയർന്ന അവന്റെ നാമം, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഈ മൗണ്ട് കാർമലിൽ വരുമ്പോ നിങ്ങൾക്ക് ഡാനിയേലച്ചനെ അറിയാമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടെയുള്ള ആളുകളെ അറിയാമെന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? യേശുവിന് നിങ്ങളെ അറിയാമോ? നിങ്ങൾക്ക് യേശുവിനെ പരിചയമുണ്ടോ? അപ്പൊ അതുകൊണ്ട് യേശു നാമം, എല്ലാ നാമത്തിനും ഉപരിയായ നാമം ആ നാമത്തിന് നൽകപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നതും യേശുവിനെ ആരാധിക്കുന്നതും എല്ലാം ഒരുതരം താഴ്ന്ന പരിപാടിയാണ് എന്ന ചിന്ത മനുഷ്യരുടെ മനസ്സിലുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, അതായത് ഒരു 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 സ്പോർട്സ് താരത്തിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഒരു സിനിമാ നടന്, സിനിമാ നടിക്ക്, സെലിബ്രിറ്റിക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ട്. നിങ്ങൾ ഏത് മഹാനടനെയും എടുക്കുക, പേര് പറയുന്നില്ല കാരണം അവരുടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് പ്രശ്നമാവും. ഏത് മഹാനടനെയും എടുക്കുക, ആ മഹാനടൻ മരിച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മൂക്കിൽ കൂടെ പുഴു വരും. ഹലോ, ഒന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന, ജനിച്ചതോ മരിച്ചതോ ആയ, അല്ലെ ജീവിച്ചിരിക്കുന്നതോ ആയ ഏത് വലിയ മനുഷ്യനും മരിച്ചാൽ 4-ാം ദിവസം മൂക്കിൽ കൂടെ പുഴു വരും. അത്രയുള്ള അവരുടെ വലിപ്പം. പക്ഷേ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നീ വിളിക്കുമ്പോ നിന്റെ അടുത്ത് ജീവനോടെ വന്നു നിൽക്കുന്ന യേശു മാത്രമേ ഉള്ളൂ വലിയവൻ. അവൻ മാത്രമേ ഉള്ളൂ വലിയവൻ. അവനേക്കാൾ വലുതായിട്ട് ആരുമില്ല. അപ്പോഴാണ് നമ്മൾ ഈ മരിച്ച് 4-ാം ദിവസം പുഴു വരുന്ന ഈ ആൾക്ക് കോടിക്കണക്കിന് ആരാധകരാണ്. പക്ഷെ യേശുവിനെ എത്ര പേർക്ക് വേണം? യേശുവിനെ അത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഭ്രാന്ത് പിടിച്ച ഒരാളുകളുടെ പിന്നാലെയാണ്. പക്ഷെ യേശുവിന്റെ പിന്നാലെ അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കാൻ അധികം പേരില്ല. എന്താണ് യേശു നിങ്ങളെ ആകർഷിക്കാത്തത്? എന്താണ് യേശുവിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടാത്തത്? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഇന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സകല മനുഷ്യരും മരിച്ചാൽ 4-ാം ദിവസം അവരുടെ മൂക്കിൽ കൂടെ പുഴു വരും. അപ്പൊ നിലനിൽക്കുന്നവന്റെ പുറകെ പോകണം, യേശുവിന്റെ പുറകെ പോകണം. ഇവിടുന്ന് ഇന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ ചിന്തിക്കണം, ഞാൻ കർത്താവിന്റെ ആരാധകനാണ്. എനിക്കൊരു ഫാൻസ് അസോസിയേഷൻ മെമ്പറാണ് ഞാൻ. ആരാണ് എൻ്റെ ഫാൻ ബോയ്? ആരാണ് എൻ്റെ ഹീറോ? യേശു. പറഞ്ഞേ ഹല്ലേലൂയ. ആരാണ് എൻ്റെ ഹീറോ? യേശുവാണ്. ഞാൻ യേശുവിൻ്റെതാണ്. പറ, ഞാൻ യേശുവിൻ്റെ. പറ, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. പറ, ഞാൻ യേശുവിൻ്റെതാണ്. ഞാൻ യേശുവിൻ്റെ പിന്നാലെയാണ്. ഞാൻ യേശുവിൻ്റെ ആരാധകനാണ്. ഞാൻ യേശുവിൻ്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയ. അപ്പോ വായിക്കാം. ഫിലിപ്പി 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഇത്. 12 വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അതൊന്ന് പഠിക്കാൻ പോവാണ്. റെഡിയാണോ നിങ്ങൾ? അതായത് ഇവിടെ പറയുകയാണ്, നിങ്ങൾ വളരെ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. നമ്മൾ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്നത് രക്ഷ സൗജന്യദാനമാണ് എന്നാണ്. വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്നു, മനുഷ്യന്റെ പ്രവൃത്തികളുടെ ഫലമല്ല എന്നാണ്.
ഇവിടെ അതിന് വിപരീതമായി അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കാൻ. അപ്പം അത് ആശയക്കുഴപ്പത്തിനിടവരുത്തും എന്നുള്ളത് കൊണ്ട് ഒരു 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രക്ഷ എന്ന് ബൈബിൾ പറയുമ്പോൾ അത് 3 കാലത്തിലാണ് ബൈബിൾ പറയുന്നത്. രക്ഷയ്ക്ക് 3 കാലമുണ്ട്. 3 കാലം. ഒന്നൊരു ഭൂതകാലം, ബാക്കി വർത്തമാനകാലം, ഭാവി കാലം. ഗ്രാമർ പഠിപ്പിക്കാൻ സമയമില്ല, പെട്ടെന്ന് പറയാം. അതായത് വന്നു, വരുന്നു, വരും. ഇതാണ് കാലം. കളിച്ചു, കളിക്കുന്നു, കളിക്കും. തിന്നു, തിന്നുന്നു, തിന്നും. ഇതാണ് കാലം. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഭൂതകാലം, ഭാവി കാലം, വർത്തമാനകാലം. പിന്നെ വല്ല കാലമുണ്ടോ? കഷ്ടകാലം, ദുരിതകാലം. അതല്ല, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഇങ്ങനെ 3 കാലമുണ്ട് രക്ഷയ്ക്ക്. രക്ഷിക്കപ്പെട്ടു, പറ ബാക്കി. രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. ഇങ്ങനെ 3 അർത്ഥത്തിലാണ് ബൈബിൾ രക്ഷയെ ഉപയോഗിക്കുന്നത്. രക്ഷ എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം. എഫേസോസ് 2:5 വായിച്ചിട്ട് പറയണം അത് പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്ന് പറയണം. എഫേസോസ് 2:5 പെട്ടെന്ന് വായിക്കാം. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ? ഭൂതമാണോ, വർത്തമാനമാണോ, ഭാവിയാണോ? ഭൂതം എന്ന് പറഞ്ഞാൽ മറ്റേ ഭൂതമല്ല, ഈ കഴിഞ്ഞുപോയ ഭൂതം, കഴിഞ്ഞുപോയ കാലം. അതാണ് ഭൂതം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഭൂതമോ, ഇതിനകത്ത് ഭൂതം ഇടാം. ഭൂതകാലമാണോ, വർത്തമാനകാലമാണോ, ഭാവി കാലമാണോ? പറയൂ. അയ്യേ, ഇത് മിണ്ടായിരിക്കുന്ന തന്നെ പറ. അതായത് ജീവിപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു. ഭൂതകാലമാണോ, വർത്തമാനകാലമാണോ, ഭാവി കാലമാണോ? പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ? പാസ്റ്റ്, അത് കഴിഞ്ഞതാണ്. രക്ഷിക്കപ്പെട്ടു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. 2:8 വായിച്ചേ. 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ? പാസ്റ്റ് ആണ്, കഴിഞ്ഞതാണ്. രക്ഷിക്കപ്പെട്ടു, മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ടു. അതാണ്. ഇനി വേറൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:8-9. 1 Peter chapter 1:8-9. 1 പത്രോസ് 1:8-9 വായിച്ചേ. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. ഈ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, നന്നായിട്ടത് നോക്കുക. ഞാൻ വായിക്കുമ്പോൾ ഓരോ വാക്ക് ശ്രദ്ധിക്കുക. അവനെ, യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും. ജീവനോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ അവനെ കൺമുമ്പിൽ കാണുന്നില്ലെങ്കിലും അവനിലും അവൻ ചെയ്ത കാര്യങ്ങളിലും ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട്, ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസം വഴി അവാച്യവും വാക്കുകൾക്കതീതവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അപ്പൊ അത് കഴിഞ്ഞതാണോ, നടക്കുന്നതാണോ, വരാൻ പോകുന്നതാണോ? ഇപ്പം നടക്കുന്നതാണ്. അവനെ കണ്ടിട്ടില്ല നമ്മൾ. പക്ഷേ നമ്മൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും, മാറ്റരുത്, വാക്യം മാറ്റരുത്. അവനെ കണ്ടിട്ടില്ലെങ്കിലും എന്താണ്? അവനെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ വന്ന് ഈ കഷ്ടപ്പെട്ടിരിക്കുന്നത്. അവനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിച്ച് അവനിൽ വിശ്വസിച്ച്, ആ വിശ്വസിക്കുന്നത് വഴി ഇപ്പോൾ അവാച്യവും മഹത്വം നിറഞ്ഞതുമായ ഒരു സന്തോഷത്തിൽ നാം മുഴുകുകയാണ്. 9ാമത്തെ വാക്യം. അങ്ങനെ വിശ്വാസം, അത് എപ്പോഴത്തെ വിശ്വാസം? നാളത്തെ വിശ്വാസമാണോ, ഇപ്പോഴത്തെ വിശ്വാസമാണോ, വരാൻ പോകുന്ന വിശ്വാസമാണോ? ഇപ്പൊ അവനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവനോട് ഭയങ്കര സ്നേഹമാണ്.
ഇപ്പൊ അവനെ കാണാൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവനോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവനോട് അതീവ തീഷ്ണതയാർന്ന ആ സ്നേഹം അവനോട് പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വം നിറഞ്ഞതുമായ ഒരു സന്തോഷത്തിൽ നാം ജീവിക്കുകയാണ്. അതിപ്പോൾ നടക്കുന്ന കാര്യമാണ്. ആ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞതാണോ, നടക്കുന്നതാണോ, വരാൻ പോണാണോ? അതിപ്പോൾ അത് വർത്തമാനകാലമാണ്. രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞാണ്. ഇപ്പോൾ രക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണത്? എങ്ങനെ ഇപ്പൊ രക്ഷ അനുഭവിക്കുന്ന ഒരാള്? ഈശോയെ സ്നേഹിച്ച് വിശ്വസിച്ച് ആ സന്തോഷം അനുഭവിക്കുന്നതാണ് രക്ഷ. സ്നേഹിച്ച് വിശ്വസിച്ച് അവാച്യമായ ഒരു സന്തോഷത്തിൽ മുഴുകുകയാണ്. അവനെക്കുറിച്ച് വലിയൊരു സന്തോഷം ഉണ്ടാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിശ്വസിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്നത് ഇപ്പോൾ രക്ഷ അനുഭവിക്കുകയാണ്. എപ്പോൾ രക്ഷ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അയാള് യേശുവിനെ കാണുന്നില്ല. തിരുവോസ്തി ഇങ്ങനെ വരുമ്പോൾ യേശുവിനെ കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ആ തിരുവോസ്തി വിശ്വാസത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അവൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു തരുന്ന അവാച്യമായ ഒരു സന്തോഷത്തിൽ മുഴുകുകയാണ്. വിയറ്റ്നാമിലാണ് പട്ടാളക്കാർ പള്ളികളെല്ലാം തകർത്തു കഴിഞ്ഞപ്പോൾ പള്ളിയെല്ലാം തകർക്കപ്പെട്ടു, സക്രാരി തകർക്കപ്പെട്ടു. പരിശുദ്ധ കുർബാന 10-30 പരിശുദ്ധ കുർബാന സക്രാരിക്കകത്തുണ്ടായിരുന്നു. അതെല്ലാം നിലത്ത് വീണ് ചെതറിക്കിടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പെൺകുട്ടി ആരും കാണാതെ പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് തോക്കിൻ മുനകളെ ഭയപ്പെടാതെ, ജീവനെ ഭയപ്പെടാതെ, ആപത്തിനെ ഭയപ്പെടാതെ ഒരു പെൺകുട്ടി എല്ലാ രാത്രിയിലും ഇരുട്ടിന്റെ നിഴലിലും മറവിലും ആരും കാണാതെ പതുങ്ങിയെത്തി പള്ളിയുടെ തകർന്നു കിടക്കുന്ന വാതിൽ വഴി അകത്തേക്ക് പ്രവേശിച്ച് മുട്ടിന്മേൽ നിന്ന് നാവ് കൊണ്ട് ഒരു തിരുവോസ്തി നക്കിയെടുക്കും. തിരുവോസ്തി ഇങ്ങനെ തറ കിടക്കുകയാണ്. പട്ടാളക്കാര് തോക്കുമായി ആയുധങ്ങളുമായി കാവൽ നിൽക്കുന്ന രാത്രിയിൽ പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് എല്ലാ രാത്രിയിലും ഈ പെൺകുട്ടി ആ പള്ളിയിലെത്തും. പിറ്റേ ദിവസം രാത്രിയിലെത്തും. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം എത്തുകയാണ്. അങ്ങനെ വന്ന് ഓരോ ദിവസവും ഈ പരിശുദ്ധ കുർബാന എടുത്ത്, അവളെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, അവസാനം ഒറ്റ വിശുദ്ധ കുർബാന കൂടി അവശേഷിച്ചിട്ടുള്ളൂ. ഇന്ന് രാത്രിയിൽ അതും പോയി സ്വീകരിക്കും. അങ്ങനെ പോയി ആ നിലത്ത് കിടക്കുന്ന അവസാനത്തെ വിശുദ്ധ കുർബാന നാവ് കൊണ്ട് ഇങ്ങനെ അവള് എടുക്കുമ്പോൾ പട്ടാളക്കാരുടെ വെടിയൊച്ച മുഴങ്ങി. തുരുതുര വെടിവെച്ചു. അങ്ങനെ ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് വെടിയേറ്റ് മരിച്ചു. എന്താണ് നിങ്ങൾ നല്ല ചോക്ക്? ഈ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ഇങ്ങനെ തകർക്കപ്പെട്ട പള്ളിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കുർബാന സ്വീകരിക്കാൻ ഒരു പെൺകുട്ടി പോകേണ്ട ആവശ്യമില്ല. ഓസ്കാർ റൊമേരോ എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലിത്ത, ഒരു മെത്രാൻ, ഒരു ബിഷപ്പ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സമരക്കാരുടെ നടുവിൽ, ഒരു എതിർക്കുന്ന മനുഷ്യരുടെ പട്ടാളക്കാരുടെ നടുവിൽ ജനത്തെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ ഉയർത്തി, ഇതെന്റെ തിരുരക്തം, ഇതെന്റെ രക്തമാണ്, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം എന്ന് പറയുമ്പോൾ നെഞ്ചിലേക്ക് പട്ടാളക്കാർ വെടിവെച്ചു. ഉയർത്തിപ്പിടിച്ച കാസയിലേക്ക് ചങ്കരത്തുനിന്ന് ചോരയിട്ട് വീണു. ആ കാസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരിച്ചു വീണു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വാട്സാപ്പിൽ പ്രചരിച്ചൊരു ചിത്രമുണ്ട്. അതായത് ഈ വെടിയൊച്ചകൾക്കും ബങ്കറുകൾക്കും അതുപോലെ തന്നെ ഷെല്ലുകൾക്കും നടുവിൽ ഒരച്ഛൻ ഈ ആർമിയുടെ നടുവിൽ നിന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഇത്? അവനെ കാണുന്നില്ല. ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ കൺമുമ്പിൽ ആയിരക്കണക്കിന് അവസരങ്ങളുണ്ട്. അവനെ കാണുന്നില്ല. പക്ഷെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട് അവാച്യമായ സന്തോഷത്തിൽ മുഴുകുന്നു. അങ്ങനെ ആത്മാവിന്റെ രക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. കേട്ടോ? രക്ഷ പിടികിട്ടുന്നോ? ഇനി ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെടും. ഇത് ഭാവിയിൽ പൂർത്തിയാവും. ഫിലിപ്പി ലേഖനം 2:12 നമ്മൾ വായിച്ച വചനം ഒന്നുകൂടെ വായിക്കാം. ഫിലിപ്പി 2:12 പെട്ടെന്ന് വായിക്കാം. ഫിലിപ്പി 2:12 വേഗം വായിച്ചേ സ്ക്രീനിൽ. ഫിലിപ്പി 2:12. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല
ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അപ്പൊ ആ രക്ഷ പൂർത്തിയാവാനുള്ളതാണ്, വരാൻ പോകുന്ന രക്ഷയാണ്. അതിനുവേണ്ടി ഓരോ ദിവസവും അധ്വാനിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി അടുത്തൊരു വാക്യം വായിക്കാം. റോമർ 13:11. റോമർ 13:11 വായിക്കാം. കിട്ടിയവർ വായിച്ചോ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് എത്തിയിരിക്കുന്നു. എത്തിയോ? ഇല്ല, അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷ. അത് രക്ഷയുടെ പൂർത്തീകരണമാണ്, രക്ഷയുടെ പൂർണ്ണതയാണ്, രക്ഷയുടെ 100% അനുഭവിക്കുന്നതാണ്. അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. 1 കൊരിന്തോസ് 3:15. 1 കൊരിന്തോസ് 3:15 വേഗം വായിക്കാം. 1 കൊരിന്തോസ് 3:15. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ, ഇത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള വചനമാണ്, അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. പെർഗറ്ററിയെ കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള തിരുവചനമാണിത്. അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. വരാൻ പോകുന്ന കാര്യമാണ്, രക്ഷ പ്രാപിക്കും. അത് ഭാവിയാണ്, രക്ഷയുടെ ഭാവി കാലം. 1 കൊരിന്തോസ് 5:5. 1 കൊരിന്തോസ് 5:5 വേഗം വേഗം വായിക്കേ. 5:5. ആ മനുഷ്യനെ അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ, അതെന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കി, ഒരു കാര്യം പറഞ്ഞുതരാം. 1 മുതൽ വായിച്ചേ. 1 കൊരിന്തോസ് 5:1 മുതൽ വായിച്ചേ. വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിതമായ വീഴ്ചയിൽ കഴിയും. കോറിന്തോസിലെ സഭയെ പൗലോസ് അപ്പോസ്തലൻ രൂപപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പൊ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് കോറിന്തിലെ സഭയ്ക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ശ്രേഷ്ഠന്മാരെ തിമോത്തിയെ അയച്ചപ്പോൾ അവിടെ ചില അസ്വസ്ഥതകൾ ഉണ്ടായി. പൗലോസിനോട് അവർക്ക് എതിർപ്പായി. അവർ ചില തെറ്റുകാരെ തിരുത്താൻ തയ്യാറായപ്പോൾ അവർക്ക് അനിഷ്ടമായി. അങ്ങനെ വളരെ പ്രയാസത്തോടു കൂടി തിമോത്തി വന്നു. പൗലോസ് അപ്പോസ്തലൻ പോയി. അദ്ദേഹത്തിന് കായികമായ ഉപദ്രവം, അദ്ദേഹത്തെ ശാരീരികമായി ആരോ അവിടെ വെച്ച് ഉപദ്രവിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലോയെ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ബന്ധുക്കള് പൗലോസ് അപ്പോസ്തലനെ കാണാനെത്തിയപ്പോൾ, ആ വചനം മാറ്റണ്ട, അങ്ങനെ കാണാനെത്തിയ സമയത്ത് ക്ലോയയുടെ ബന്ധുക്കൾ വന്നിട്ട് ആ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, ഈ കോറിന്തിലെ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു പ്രശ്നമാണ് അവരുടെ ഇടയിൽ ഭിന്നതയുണ്ട്. ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ ആളാണ്, ചിലർ പറയുന്നു ഞങ്ങൾ അപ്പോളോസിന്റെ ആളാണ്, ചിലർ പറയുന്നു ഞങ്ങൾ കേപ്പായുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഗ്രൂപ്പുകളാണ്. അപ്പോൾ പൗലോസിനത് വളരെ വിഷമമുണ്ടാക്കി. പിന്നീട് അദ്ദേഹം കേട്ടത് ഇതാണ്: വിജാതീയരായ സഹോദരങ്ങളുടെ ഇടയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അവിഹിത ബന്ധങ്ങൾ കോറിന്തിലെ സഭയിലെ ആളുകളുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തൻ്റെ പിതാവിന്, തൻ്റെ അപ്പൻ കല്യാണം കഴിച്ച, രണ്ടാമത് കല്യാണം കഴിച്ച ആദ്യത്തെ സ്ത്രീയുടെ മരണത്തിന് ശേഷമോ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ആ സ്ത്രീയുമായിട്ട് ഈ മകൻ, അപ്പൻ്റെ മകൻ ഒരു അവിഹിത ബന്ധത്തിൽ കഴിയുന്നു. സഭയിലെ ആളുകളാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ പൗലോസിന് അനൽപമായ വേദനയുണ്ടായി, അടക്കാനാവാത്ത അമർഷം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി തെറ്റായ ബന്ധത്തിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. നിങ്ങളിൽ നിന്ന് നീക്കിക്കളയെന്ന് പറഞ്ഞാൽ എന്താ? അവന് പരിശുദ്ധ കുർബാന കൊടുക്കരുതെന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? താഴോട്ട് വാ. താഴോട്ട് വരുമ്പോ ആ പാരഗ്രാഫിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ പാരഗ്രാഫിന്റെ അവസാനത്തെ വാക്യം കുറച്ച് താഴോട്ട്. എന്താണ്? അല്ലല്ലല്ല, അതല്ല വായിക്കാൻ പറഞ്ഞേ. താഴോട്ട് വാ. അതായത് 6-ാമത്തെ വാക്യം, ആ പാരഗ്രാഫിന്റെ അവസാന വാക്യം എന്ന് പറഞ്ഞാൽ 8-ാമത്തെ വാക്യമാണ്. 8-ാമത്തെ വാക്യം 8 വായിച്ച്. ഒന്ന് കൊരിന്തോസ് 5-ാം അധ്യായം 7-8 നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ
ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. വെയിറ്റ്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ബലി ആചരിക്കാനായി നിങ്ങൾ വരുന്ന ഒരുമിച്ച് കൂടുന്നതാണ് കർത്താവിൻ്റെ ദിവസം ആണല്ലോ. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ഏത് തിരുനാൾ? പെസഹ തിരുനാൾ. നമ്മൾ പെസഹ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ പെസഹ തിരുനാൾ ഏതാ? വിശുദ്ധ കുർബാന. അടുത്ത വാക്യം, വ്യഭിചാരികളുമായി സമ്പർക്കം അരുത്. വെയിറ്റ്. ഒന്നാമത്തെ വാക്യത്തെ അതല്ലേ പറഞ്ഞേ? അങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പള്ളിയിൽ നിന്ന് കുർബാനയിൽ നിന്ന് മാറ്റിക്കളയാനായി പറയുന്നത്. ആ പാരഗ്രാഫ് പറയുന്നത് പെസഹ കുഞ്ഞാടായി യേശു ബലിയർപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും ആ ബലിയർപ്പണത്തിന്റെ തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധ കുർബാനയെ കുറിച്ചുമാണ്. അതുകൊണ്ട് ആ കുർബാനയ്ക്ക് വരുമ്പോൾ അശുദ്ധിയാകുന്ന പുളിപ്പില്ലാതെ കുമ്പസാരിച്ച് വിശുദ്ധിയാകുന്ന ആ യോഗ്യതയും കൊണ്ട് വേണം വരാൻ എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരിക. രണ്ടാമത്തെ വാക്യം 1 കൊരിന്തോസ് 5:2 വായിച്ച്. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു, വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കി. അപ്പോ ഈ പശ്ചാത്തലത്തിൽ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നീക്കിക്കളയാനാ? കുർബാന കൊടുക്കരുതെന്നാണ്. കൃത്യമാണ്. കുർബാന കൊടുക്കരുത്, കുർബാനയ്ക്ക് അവരെ നിർത്തണ്ട. അല്ലെങ്കിൽ നിങ്ങൾ സഭയായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് പ്രവേശനം ഇല്ല. അതാണ് വ്യഭിചാരികളുമായി സമ്പർക്കം അരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുമായിട്ട് സഭാ കൂട്ടായ്മയിൽ അവരെ കയറ്റണ്ട. എന്താണ്? അനേക തവണ ശാസിച്ചിട്ടും ഇങ്ങനെ പ്രകടമായ ഒരു ഉതപ്പ് തിരുത്താൻ തയ്യാറാകാത്ത ഒരാളെ സഭാ കൂട്ടായ്മയിൽ പ്രവേശിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം, ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായിട്ട് ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. അവനുള്ള വിധി ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത വാക്യം, നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അതെവിടെ ഒരുമിച്ച് കൂടുന്നത്? കുർബാനയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ കുർബാനയെ കുറിച്ചുള്ള ഭാഗമാണ്. അതായത് എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും. നിങ്ങൾ ഈ കുർബാനയ്ക്കിടയ്ക്ക് എന്തിനാ മെത്രാന്റെ പേര് വായിക്കുന്നത്? കുർബാനയ്ക്കിടയ്ക്ക് മെത്രാന്റെ പേര് വായിക്കുന്നത് എന്തിനാ? ഇപ്പൊ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതി നെറ്റോ പിതാവിന്റെ പേര് വായിക്കുന്നത് എന്തിനാ? മലങ്കര കുർബാന പള്ളിയിൽ ക്ലിമിസ് പിതാവിന്റെ പേര് വായിക്കുന്നത് എന്തിനാ? ചങ്ങനാശ്ശേരി അതിരൂപതി പെരുന്നോട്ടം പിതാവിന്റെ പേര് വായിക്കുന്നത് എന്തിനാ? പറ. അവരവിടെ ചങ്ങനാശ്ശേരിയിലല്ലേ? അവരവിടെ അല്ലേ? ഇവിടെ ഈ പള്ളിയിൽ അവരെങ്കിലും ഇല്ലല്ലോ. പിന്നെന്തിനാ അവരുടെ പേര് വായിക്കുന്നത്? അതായത് ഈ ഇടവക ഇടയന്റെ വകയാണ്. ഹലോ, ഇടവക ആരുടെ? ഇടയൻ ആരാന്നറിയാമോ? ശരിക്കും പറഞ്ഞാലും മെത്രാനാണ്. അച്ഛന്മാരാരാ? മെത്രാന്റെ സഹകാരികളാണ് അച്ഛന്മാർ. അതുകൊണ്ട് മെത്രാൻ നിയോഗിച്ചാലേ അച്ഛന് അധികാരമുള്ളൂ. മെത്രാനോട് ഇടഞ്ഞു നിന്നാൽ അച്ഛന് ഒരു പൊക്കച്ചൊളയില്ല. മനസ്സിലായോ? കാരണം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഇടയന്റെ വക, ഈ വക ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇടയനാണ്. നിയതമായ അർത്ഥത്തിൽ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാരാണ് ഇടയന്മാർ. അവരുടെ സഹകാരികളാണ് ആര്? അച്ഛന്മാർ. അവരുടെ സഹകാരികൾ. മനസ്സിലായോ? വികാരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഒരുപാട് വികാരമുള്ള ഒരാൾ, അതാണോ വികാരി? വികാരി എന്ന് പറഞ്ഞാൽ എന്നാ ചേട്ടാ? വികാരി എന്ന് പറഞ്ഞാൽ ചേട്ടന് വല്ല മനസ്സിലായിട്ടുണ്ടോ? വികാർ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് പകരം എന്നാണ്. വികാരി എന്ന് പറഞ്ഞാൽ വികാരം എന്നല്ല, പകരം എന്നാണ്. എന്താണ്? പകരം. അപ്പൊ ഈ അച്ഛൻ പള്ളിയിൽ നിൽക്കുന്ന ആർക്ക് പകരമാണ്? മെത്രാന് പകരമാണ്. അപ്പൊ അതുകൊണ്ട് മെത്രാന്റെ പേര് കുർബാന പറഞ്ഞില്ലെങ്കിൽ ആ കുർബാന കാനോനിക്കലി വാലിഡ് അല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കുർബാന യഥാർത്ഥത്തിൽ അർപ്പിക്കേണ്ടത് ആരാ? ക്ലീമീസ് പിതാവാണ്. പിതാവിന് ഇവിടെ വന്ന് കുർബാന അർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിതാവ് കൈവപ്പ് തന്ന്
ആ പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിച്ച അച്ഛന്മാരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിവിടെ കുർബാന ചൊല്ലുമ്പോൾ പിതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ആ കുർബാന അയോഗ്യമാണ്, അയോഗ്യം. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും. ആത്മീയ സാന്നിധ്യം, മെത്രാൻ ആത്മീയമായി ഈ പള്ളിയിൽ സന്നിഹിതനാകുന്നത് മെത്രാനോട് ചേർന്ന് ഒരു സഭ പ്രാർത്ഥിക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അല്ല, മെത്രാനെ ചേർത്ത് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴല്ല, മെത്രാനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മെത്രാനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, വിരോധം ഉണ്ടാവാം, അത് വേറെ കാര്യം, അത് വേറെ കാര്യം. അതൊക്കെ നിങ്ങൾ വെളിയിൽ പറഞ്ഞു തീർത്തോണം. ഇവിടെ അല്ലത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം മനസ്സിലാക്കണം ഇതെല്ലാം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. അപ്പോസ്തലൻ പറയാണ്, യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ. വായിക്കേ. യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ, ഏത് മനുഷ്യനെ? ഈ മമ്മിയുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യനെ എന്ത് ചെയ്യണം? ആ മനുഷ്യനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ, അതായത് അവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റാണെന്ന് അവന് ബോധ്യം വന്ന് അവൻ അവസാനിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അവനെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? പിശാചിനെ വിളിച്ചിട്ട് സാത്താനെ എന്നാ ഇവനെ തന്നേക്കുന്നു എന്ന് പറയുകയല്ല. അതായത് വളരെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമ്പോൾ നിങ്ങൾ ആർക്കേൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്? സാത്താന്. സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. ഇത് ഞാൻ പറഞ്ഞാണോ? അപ്പസ്തോലനായ പൗലോസ് കോറിന്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ എഴുതുകയാണ്, നിങ്ങൾ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് അവനോട് പറയണം, നീ ഇനി കുർബാനയ്ക്ക് വരണ്ട. എന്തുകൊണ്ട് വരണ്ട? നീ തെറ്റ് ചെയ്തിട്ട് നീ തിരുത്താൻ ആവശ്യപ്പെട്ടിട്ട് നീ അത് ചെയ്യുന്നില്ല. ചെയ്യാത്തത് കൊണ്ട് നീ ഇനി കുർബാനയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവനെ കുർബാനയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവൻ ആർക്ക് ഏൽപ്പിക്കപ്പെടും? പിശാചിന്. എന്തിനാണ് അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നത്? അവന് ഇനിയുള്ള നാളുകളിൽ തോന്നണം, ഞാൻ ഈ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നണം. തോന്നിയിട്ട് അവൻ തിരുത്തണം. അങ്ങനെ തിരുത്തി അനുദപിച്ചാൽ, അടുത്ത വാക്യം, അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കും. ഭാവി അവനിത് അനുദപിച്ചാൽ, അവനിത് തിരുത്തിയാൽ, അവൻ ഈ തെറ്റ് മനസ്സിലാക്കിയാൽ, അവൻ യേശുവിന്റെ ദിനമാകുമ്പോൾ, കർത്താവിന്റെ മടങ്ങി വരവിൽ അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എത്ര വലുതാണ് ഒരു ഇടവകയുടെ ഭാഗമായിട്ടിരിക്കുന്നത്, എത്ര വലുതാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ, ലൈവിലൊക്കെ കേൾക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ജർമ്മനിക്ക് പോയി, അല്ലെ കാനഡയ്ക്ക് പോയി, ഓസ്ട്രേലിയക്ക് പോയി ചെന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു ഇടവക കൂട്ടായ്മയുടെ ഭാഗമാവണം. എവിടെയെങ്കിലും അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. ഒരു ഇടവക കൂട്ടായ്മയുടെ ഭാഗമാവണം. ആ ഇടവകയിൽ സഭാ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മുമ്പിലുള്ള ദൃശ്യമായ ഒരു യാഥാർത്ഥ്യമാണ് പള്ളി, ഇടവക പള്ളി. മിനിസ്ട്രികൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. എന്താ? ഞായറാഴ്ച ഇടവക പള്ളിയിലെ കുർബാന മുടക്കുന്ന വിധത്തിൽ ദൈവജനത്തിന് വേണ്ടി ഒരു ശുശ്രൂഷയും ക്രമീകരിക്കരുത്. യൂത്തുകാർ ശ്രദ്ധിക്കണം. എന്താ? യൂത്ത് മിനിസ്ട്രി എന്നൊരു ശ്രദ്ധിക്കണം. ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ മിനിസ്ട്രികൾ നടത്തരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? എല്ലാ ഞായറാഴ്ചയും ഇവിടെ രാവിലെ തൊട്ട് ഉച്ചവരെ ധ്യാനം വെച്ചാൽ കുറെ ആളുകൾ ഈ ധ്യാനത്തിൽ വരും. അവരെന്ത് ചെയ്യും? അവരുടെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോവില്ല. അത് തെറ്റാണ്. പോണം. നീ ഒരു സഭാ ശരീരത്തോട് ചേർന്ന് നിൽക്കണം. അതിഥികളെപ്പോലെ ആവരുത്. ലോഡ്ജിൽ പോയി താമസിക്കുന്ന പോലെ ആവരുത്. ഒരു വീട്ടിലെ മെമ്പർ ആവണം. ആ വീട്ടിലെ മെമ്പർ അവന് ഇടവകയോട് ചേർന്ന് നിൽക്കണം. കാരണം ആ ഇടവകയിൽ ആത്മീയ സാന്നിധ്യമുണ്ട്, മെത്രാന്റെ സാന്നിധ്യമുണ്ട്. ആ ഇടവകയിൽ രൂപതയുടെ നിയന്ത്രണമുണ്ട്. ആ ഇടവകയിൽ വികാരിയുടെ നിയന്ത്രണമുണ്ട്. അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ യേശു സന്നിഹിതനാവുന്നുണ്ട്. ഇതൊക്കെയാണ് സഭയുടെ രീതികൾ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് അവനെ പിശാചിന് അവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷയുടെ 3 കാലങ്ങൾ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫിലിപ്പി 2:15 വായിച്ചപ്പോഴാണ് പറഞ്ഞത്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഒന്ന് എഴുന്നേറ്റ്, മടുത്ത് കാണും, ഒന്ന് എഴുന്നേറ്റ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ദിവസം ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ഇടവക കൂട്ടായ്മയോടോ ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2:12 ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്യം 13. വളരെ 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 പ്രധാനപ്പെട്ടൊരു വാക്യം. കാണാതെ പഠിച്ചോ, ആവർത്തിച്ചോ. ഒത്തിരി കൃപയൊഴുകുന്നൊരു വചനമാണ്. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. തൻ്റെ ഇഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്നത് ദൈവമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. ഇപ്പം നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനെത്തി, ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെട്ടു, നിങ്ങൾക്ക് യേശുവിനെ അന്വേഷിക്കാൻ ഒരു ദാഹമുണ്ടായി, നിങ്ങൾക്ക് വചനം പഠിക്കാൻ ദൈവം ഒരു ആഗ്രഹം തന്നു, നിങ്ങൾക്ക് ഈ സെക്കൻഡ് സാറ്റർഡേയിൽ വിദൂരങ്ങൾ യാത്ര ചെയ്ത് ദൂരങ്ങൾ താണ്ടി ഈ ആലയത്തിലെത്താൻ ദൈവം ഒരു ആഗ്രഹം തന്നു. ഈ ആഗ്രഹം ദൈവം തന്നതാണ്. ദൈവം തന്നതാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നമ്മെ ഉത്തേജിപ്പിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ദൈവമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദൈവത്തെ തേടാൻ ഒരു കൃപ കിട്ടി ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റാത്തവരെ പുച്ഛിക്കരുത്. കാരണം എന്താണ്? അത് ദൈവം ഒരു ദാനം തന്നതുകൊണ്ടാണ്. ദൈവത്തെ തേടാനുള്ള ആഗ്രഹം പോലും തരുന്നത് ദൈവമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ബൈബിളിലെ മനസ്സിലാകാത്ത കാര്യങ്ങളിൽ ഒന്നാണിത്. രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനസ്സിലാകാത്ത എന്തുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ദൈവം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ചു, എന്തുകൊണ്ട് ഒരു അക്രൈസ്തവ കുടുംബത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് ധ്യാനത്തിന് 5 അക്രൈസ്തവരായ മക്കളുണ്ടായിരുന്നു. 5 അക്രൈസ്തവരായ മക്കൾ. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്? നിങ്ങളെങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്? അവർ പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതായത് അവർ എവിടെയോ വെച്ച് യേശുവിനെ കുറിച്ച് കേട്ടു, ആരോ ഒരു ബൈബിള് സമ്മാനിച്ചു, ആരോ ഒരിക്കൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു, യൂട്യൂബിൽ ഒരു വചനം കേട്ടു, ഒരു പ്രസംഗം കേട്ടു, യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഞാൻ ഒരു മകളോട് ചോദിച്ചു, നീ എങ്ങനെയാ വന്നേ? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മ യേശുവിനെ ആരാധിക്കുന്ന ആളാണ്. ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരാണ്, പക്ഷേ എൻ്റെ അമ്മ യേശുവിനെ ആരാധിക്കുന്ന ആളാണ്. അപ്പോൾ യൂത്തിൻ്റെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീയും പോ, നല്ല ധ്യാനമാണ്, നീയും പോ. അങ്ങനെ ഞാൻ വന്നതാണ്. ദൈവമേ, എന്തോരം പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് ആ മകള് പോയെന്നറിയാം ഇവിടുന്ന്. അയ്യോ, എന്തോരം അഭിഷേകം നിറഞ്ഞാ പോയത്. കരയുകയാണ്, എന്നെ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ്, നിർത്താതെ കരയുകയാണ്. അച്ഛാ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, മാമോദിസം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ആരാ തിരഞ്ഞെടുക്കുന്നത്? ആരാണ് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒന്ന് കോട്ടയം ഭാഗത്തേക്ക് വണ്ടി പിടിച്ച് പോകുമ്പോൾ എനിക്കൊരു അത്യാവശ്യം വന്നു. അപ്പം ഞാൻ പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടി ഒതുക്കിയിട്ടിട്ട് വാഷ്റൂമിലേക്ക് ഓടി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ തടഞ്ഞു നിർത്തി. നല്ലച്ചാ, ഞാൻ പറഞ്ഞു, എന്നെ തടയരുത്, നീ ഇവിടെ നീങ്ങാൻ പോരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓടി ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മോനെ കാര്യം? അവൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഹൈന്ദവ ചെറുപ്പക്കാരനാണ്.
ഞാൻ പപ്പടം വിറ്റ് ജീവിക്കുന്ന ആളാണ്. പപ്പടം വിറ്റ് ജീവിക്കുന്ന ആൾ. അച്ഛാ, ഞാൻ അച്ഛൻ്റെ യൂട്യൂബ് പ്രസംഗം കേൾക്കുന്ന ആളാണ്. ഞാൻ യേശുവിനെയാണ് അച്ഛാ ആരാധിക്കുന്നത്. ഞാൻ യേശുവിനെയാണ്. നിങ്ങൾ നല്ല ചോദിക്കും, ഞാൻ ഈ പെട്രോൾ പമ്പിൽ വെച്ച് കണ്ടുമുട്ടിയ ഈ ചെറുപ്പക്കാരനെ യേശുവിലേക്ക് കൊണ്ടുവന്നതാരാണ്? യേശു. യേശു നമുക്ക് മനസ്സിലാകാത്ത, ബൈബിളിലെ മനസ്സിലാകാത്ത ഒരു കാര്യമാണിത്. അതായത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അറിഞ്ഞുകൂടാ. എന്താണ് ദൈവം ഈ മനുഷ്യരെ തെരഞ്ഞെടുത്തത്? എന്താണ് മാനദണ്ഡം? എന്താണ് ദൈവം കണ്ടത്? എന്താണ് ദൈവം കണ്ടത് നമ്മളെ തെരഞ്ഞെടുക്കാൻ? അറിഞ്ഞുകൂടാ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ പറയുകയാണ്, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവം കൃപ തന്നതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്, ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നത്, സുവിശേഷ വരെ ചെയ്യാൻ പറ്റുന്നത്. ഒരാൾ അച്ഛനായിരിക്കുന്നത്, ഒരാൾ സിസ്റ്ററായിരിക്കുന്നത്, എല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ്, ആ പശ്ചാത്തലത്തിലാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ 9-ാം അധ്യായത്തിൽ പറയും, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും. അപ്പൊ എപ്പോഴും നമ്മൾ കർത്താവിനോട് പറയാനുള്ളത്, ദൈവമേ എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ച് ദൈവമേ എന്നോട് ദയുണ്ടാകണമേ. കർത്താവേ എന്നോട് മനസ്സലിവുണ്ടാവണേ, എന്നോട് ദയുണ്ടാവണേ, എന്നെ വിശ്വാസത്തിൽ നിർത്തണേ, എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയരുതേ. ലത്തീൻ കുർബാനയിൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് പുരോഹിതൻ ചൊല്ലുന്നൊരു രഹസ്യ പ്രാർത്ഥനയുണ്ട്. നെവർ ലെറ്റ് മീ ബി പാർട്ടഡ് ഫ്രം യു. നിന്നിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകാൻ എന്നെ അനുവദിക്കരുതേ. നിന്നിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകാൻ എന്നെ അനുവദിക്കരുതേ. എന്തൊരു പ്രാർത്ഥനയത്! കർത്താവേ എന്നെ എപ്പോഴും നിന്നോട് ചേർത്ത് നിർത്തണമേ. വിലാപങ്ങൾ 5-ൽ ഒരു വചനമുണ്ട്, കർത്താവേ ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. തിരിക്കുന്നത് ദൈവമാണ്, വിളിക്കുന്നത് ദൈവമാണ്, തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്, കുടുംബത്തെ രൂപപ്പെടുത്തുന്ന ദൈവമാണ്, വിളി തരുന്ന ദൈവമാണ്. എല്ലാം തൻ്റെ അഭീഷ്ടമനുസരിച്ച് അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ചേട്ടൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ആദ്യമായിട്ടാണ് അല്ലേ? എവിടുന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്ന് ആദ്യമായിട്ട് വന്ന ചേട്ടൻ ഇന്ന് 2023 സെപ്റ്റംബർ മാസം 9 ഡിസംബറാണോ ഇത്? അപ്പോൾ ഡിസംബറാണോ ഇത്? 2023 ഡിസംബർ 9 ചേട്ടാ. ഇന്നിവിടെ ഈ ആൾത്താരയ്ക്ക് ഏറ്റവും അടുത്ത് ഇവിടെ ഇരിക്കാൻ ചേട്ടനെ ഉത്തേജിപ്പിച്ചത് ദൈവമാണ്. ദൈവം. മനസ്സിലായോ? ഇപ്പൊ ചേട്ടൻ ആദ്യമായിട്ടാണ് വന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വന്നേ? ആണോ? ആരെങ്കിലും പറഞ്ഞിട്ടല്ലേ വന്നേ? ഇവിടെ ഇങ്ങനെ ഒരു 2-ാം ശനിയാഴ്ച പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ ചേട്ടൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ഇവിടെ വന്ന് ഈ സെപ്റ്റംബർ 9-ന്, ഏത് മാസം? ഡിസംബർ 9-ന് ചേട്ടൻ ഇവിടെ വന്നിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ദൈവം കൊണ്ടുവന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, കൊണ്ടുവന്നുകൊണ്ട് ചുമ്മാ പറഞ്ഞു വിടത്തില്ല. അങ്ങനെയാണ് കേട്ടോ, ഒന്നും വിഷമിക്കേണ്ട. കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ദൈവം, അന്ന് ആ ദൈവം അനുഗ്രഹിച്ചേ പറഞ്ഞു വിടത്തുള്ളൂ. ചേട്ടനെ അങ്ങനെ വെറുതെ വിടത്തില്ലെന്ന് കേട്ടോ. അനുഗ്രഹിക്കും, എല്ലാവരെയും അനുഗ്രഹിക്കും. വെറുതെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയല്ല ഇത്. ഉത്തേജിപ്പിച്ചതാരാ? അതുകൊണ്ട് ഓരോ ആരാധനയിലും ദൈവത്തിന് നന്ദി പറയേണ്ടത് എന്തിനെന്നറിയാമോ? എന്നെ കൊണ്ടുവന്നല്ലോ, എന്നെ ഇവിടെ ഇരുത്തിയല്ലോ, എന്നെ അൾത്താരെ നിർത്തിയല്ലോ, എന്നെ എടുത്ത് ഈ ക്യാമറയുടെ പുറകെ നിർത്തിയല്ലോ. മനസ്സിലായോ? എന്നെ ഈ മൈക്കിൻ്റെ അടുത്ത് ഇരുത്തിയല്ലോ, എന്നെ ഈ കീബോർഡിൻ്റെ അടുത്ത് നിർത്തിയല്ലോ. ദൈവമേ എന്നെ ഈ കസേര പറക്കാൻ നിർത്തിയല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്യസ്ഥലത്ത് 1000 ദിവസം ആയിരിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യം. സ്വർഗത്തിൽ ഒരിക്കൽ നിങ്ങളുടെ പേര് വിളിക്കപ്പെടുന്നത് നിങ്ങൾ ഭൂമിയിൽ ചെയ്ത മഹത്തായ കാര്യങ്ങളെ പ്രതിയാവില്ല, നിങ്ങൾ ദൈവത്തെ തേടിയ നിമിഷങ്ങളുടെ പേരിലായിരിക്കും നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഒരിക്കൽ ഉച്ചരിക്കപ്പെടാൻ പോണത്. ദൈവത്തെ തേടിയ നിമിഷങ്ങൾ. അതായത് ഈ ലോകത്തിൽ കാമ്യമായ
ഇച്ഛിക്കാനും ആഗ്രഹിക്കാനും കൊതിക്കാനും പ്രേരിപ്പിക്കുന്ന 10,000-കണക്കിന് കാര്യങ്ങൾ കൺമുമ്പിൽ ഇങ്ങനെ വിരുന്നുമേശയിലെ വിഭവങ്ങൾ പോലെ വിളമ്പി വെക്കപ്പെട്ടപ്പോൾ നിങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്കെൻ്റെ കർത്താവിനെ മതി എന്ന് പറഞ്ഞതിനായിരിക്കും പ്രതിഫലം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എനിക്കെൻ്റെ കർത്താവിനെ മതി എന്ന് പറഞ്ഞതിനായിരിക്കും പ്രതിഫലം. ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്ത് ഞാൻ പള്ളിയിൽ പോവാണ്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഇല്ലടാ നീ ഇന്ന് വാ, നമുക്ക് വേറെ എന്തെങ്കിലും പോവാം, കല്യാണത്തിന് പോവാം, വേറെ എന്തെങ്കിലും. ഇല്ലില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിർബന്ധം. മനസ്സിലായി? എനിക്ക് നിർബന്ധം. എനിക്ക് എൻ്റെ കർത്താവിനെത്തി ഞായറാഴ്ച. ഇല്ല, ഞാൻ വേറെ ഒന്നിനും ഇല്ല, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോകണം, എനിക്ക് എൻ്റെ കർത്താവിനെ ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആ പള്ളി, ഷിക്കാഗോയിലെ സിറോ മലബാർ പള്ളിയിൽ പപ്പ എന്നെല്ലാവരും വിളിക്കുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പപ്പ എന്നാണ്. അപ്പോൾ ഈ അപ്പച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലുള്ള സകല ധ്യാനഗുരുക്കന്മാരുടെയും പുറകെ നടന്ന് അവരെ നിർബന്ധിച്ച്, അവരെ പുറകെ നടന്ന്, അവരെത്ര പറ്റില്ല എന്ന് പറഞ്ഞാലും പുറകെ നടന്ന് നിർബന്ധിച്ച് ഈ അമേരിക്ക കൊണ്ടുപോയിട്ട് കൺവെൻഷനുകൾ നടത്തും. ഈ ചേട്ടൻ, ഈ അപ്പച്ചൻ്റെ പേരാണ് പപ്പ. മനസ്സിലായോ? എൻ്റെ അടുത്ത് തന്നെ എത്ര തവണ വന്നിട്ടുണ്ടെന്നറിയാമോ? ഞാൻ കോട്ടയം ക്രിസ്ത്യനിൽ ഒരിക്കൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി അവിടെ വന്നിട്ട് അച്ഛാ കൺവെൻഷൻ നടത്തണം, വരണം. അങ്ങനെ, അതായത് ആരംഭകാലം മുതൽ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ആ കാലം മുതൽ ഇവിടുന്ന് ധ്യാനഗുരുക്കന്മാരെ കൊണ്ടുപോയി കൺവെൻഷൻ നടത്തുന്ന ഒരു അപ്പച്ചനായിരുന്നു. ആരാണ്? പറ. ആ പേര് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, പറ. പപ്പ. യോഗ്യനായിരുന്നു, വിശുദ്ധനായിരുന്നു, നന്മയുള്ളവനായിരുന്നു. മൂത്ത മകൻ ചൈനയിൽ മിഷണറിയാണ്, ചൈനയിൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ, ഞാൻ ഷിക്കാഗോയിൽ ചെന്നപ്പോൾ എന്നോട് വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ പപ്പായിക്ക് വലിയ ആഗ്രഹമായിരുന്നു കൺവെൻഷൻ കൂടണമെന്ന്. കഴിഞ്ഞ കൺവെൻഷൻ കൂടി, എനിക്കറിയാം ആളെ, കഴിഞ്ഞ കൺവെൻഷൻ കൂടി, ഇത്തവണ അച്ഛൻ വരുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് കിട്ടി, പപ്പ വെന്റിലേറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, അല്ല സോറി, വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്റർ മാറ്റി, എന്നിട്ടും ആൾ പോയിട്ടില്ല, വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് നാലിലച്ഛനെ കണ്ടിട്ട് പോകാൻ കിടക്കുകയാണ്. അതുകൊണ്ട് കൺവെൻഷന് പോകുന്നതിന് മുമ്പ് പപ്പായെ ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പം ഞാൻ അവിടുത്തെ ആ ആശുപത്രിയിൽ അവരെന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ ആശുപത്രിയിൽ ഞാൻ ഈ പപ്പ എന്ന് പറയുന്ന ഈ അപ്പച്ചൻ കിടക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ചുറ്റിനും നിന്ന് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. മക്കളിൽ മിക്കവാറും എണ്ണത്തിൻ്റെ എല്ലാം കഴുത്തേൽ കുരിശ് കിടപ്പുണ്ട്. കുരിശ് മനസ്സിലായോ? വല്യപ്പൻ കണ്ടോ, ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത അപ്പൻ്റെ മക്കളും കൊച്ചുമക്കളാണ് നിൽക്കുന്നത്. ദൈവം അവരെ വിശ്വാസത്തെ നിലനിർത്തട്ടെ, മക്കളൊക്കെ എല്ലാം കൃപയെ നിൽക്കട്ടെ. അപ്പോൾ കേട്ടെ, അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അവിടെ ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ അങ്ങനെ കിടക്കുകയാണ്. ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല. എന്നെ കണ്ടു, കണ്ണൊക്കെ നിറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം പപ്പ മരിച്ചു. കാത്തു കിടന്നാണ്. മനസ്സിലായി? ഇവിടെ ഒന്ന് ഒത്തിരി നിർബന്ധിച്ചാൽ വരണമെന്ന് പറഞ്ഞിട്ട് കാത്തു കിടന്നാണ്. ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാം? വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കോവിഡ് വന്നപ്പോൾ പള്ളിയിൽ കുർബാന ഇല്ലാതായല്ലോ. പപ്പ വിളിക്കും, അച്ഛാ എനിക്ക് കുർബാന വേണം. അയ്യോ അപ്പച്ചാ വരണ്ട, ഇങ്ങോട്ട് വരണ്ട. അല്ലല്ല ഞാൻ വരും. അയ്യോ വരല്ലേ? ഇല്ല ഞാൻ വരും. അപ്പച്ചാ ഇവിടെ കുർബാനയില്ല. അച്ഛൻ കുർബാനയില്ലെന്നുണ്ടോ? ഉണ്ട്. എങ്ങനാ? ഞാൻ തന്നെ. എന്നാ ഞാനും ഉണ്ട്. നടന്നു വരും. അങ്ങനെ അപ്പച്ചൻ, വികാരിച്ചൻ എന്നോട് പറയാണ്, എല്ലാ ദിവസവും കോവിഡ് കാലത്ത് ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാതെ ഈ അപ്പച്ചൻ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പം ഞാൻ ഇത് നിസ്സാര കാര്യമല്ല എൻ്റെ പ്രിയ മക്കളെ, നിസ്സാര കാര്യമല്ല. അപ്പം അതിനൊക്കെ ഒരു കൃപ ദൈവം തന്നാലല്ലേ പറ്റൂ. അല്ലെങ്കിൽ വേറെ 400 കാര്യത്തിന് പോകാൻ ലോകം ഇങ്ങനെ വിശിഷ്ട വിഭവങ്ങളുടെ വിരുന്ന് മേശയും വെച്ച് കാത്തിരിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോത്തേ ഉള്ളൂ. ദൈവത്തെ തേടാൻ ഒരാഗ്രഹം പോലും തരുന്നത് ദൈവമാണ്. ആ വാക്യം വായിച്ചേ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അടുത്ത വാക്യം, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യണം. എല്ലാവരും, ചില ആളുകളുണ്ട് എല്ലാം കടന്ന് ചെയ്യും, കഴുതയെ പോലെ പണിയെടുക്കും. പക്ഷെ പിറുപിറുപ്പും ആവലാതിയും പരാതിയല്ലാതെ വായിന്ന് വേറൊന്നുമില്ല. എല്ലാം കിടന്ന് ചില ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ? ചേച്ചിമാര് നല്ല ചേച്ചിമാരാ,
ദൈവമേ രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്ന കണ്ടാൽ നല്ല പണിയെടുപ്പിനുള്ള ഫസ്റ്റ് 1ാം സമ്മാനം അവാർഡ് കൊടുക്കാൻ അത്ര യോഗ്യതയുള്ള ആളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ നിന്ന് പിന്നെ ഉമ്മറത്തുനിന്ന് അടുക്കളയിലോട്ട്, കന്നാലിക്കൂട്ടിലോട്ട്, കോഴിക്കൂട്ടിലോട്ട്, പിന്നെ വീണ്ടും അടുക്കളയിലോട്ട്. ദൈവമേ ഇതിനൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ചേച്ചിമാരൊക്കെ ഒരു ദിവസം നടക്കുന്ന കിലോമീറ്റർ ഒന്ന് വല്ല ഫോണിലെ വല്ല ആക്ടിവിറ്റി മാപ്പ് ഇട്ടിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്താൽ നിങ്ങളൊരു 10-15 കിലോമീറ്റർ ഡെയിലി നടക്കുന്നുണ്ടാവും. സത്യമല്ലേ മതി? വീട്ടിൽ ഇത് ഇവിടെ ഇല്ല, ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ നീ എഴുന്നേറ്റില്ലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടപ്പാണ്. പാവങ്ങൾ, എന്ത് പാവങ്ങളല്ലേ നമ്മുടെ ചേച്ചിമാര്. പിന്നെ എന്താണാവോ കുഞ്ഞു ചെറുത്ത് ഇടി വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും പാവപ്പെട്ട ഒത്തിരി പാവങ്ങളാണ്, സത്യം പറഞ്ഞാൽ പാവങ്ങളാണ് ചേച്ചിമാർ. ചേട്ടന്മാരും പാവങ്ങളാണ്, പിന്നെ കുറച്ചുകൂടെ പാവങ്ങളാണ്. കേട്ടെ, പക്ഷെ എല്ലാം ചെയ്യും. പക്ഷേ ഇത് മുറുമുറുപ്പും ആവലാതിയും പരാതിയും കൊണ്ടുവച്ച പാത്രം കൊണ്ടുവച്ചിരിക്കുന്ന കണ്ടില്ലേ, കൊണ്ട് അത് കഴുകി അത് മുറുമുറുത്താണ് ചെയ്തത്. അത് മുറുമുറുപ്പില്ല, അത് ചെയ്യേ. തൂത്ത് വാരുന്ന ആറ്റം പിടിച്ചോണ്ട് എടാ, അത് മുറുമുറുക്കാതെ ചെയ്യേ, മുറുമുറുക്കാതെ ചെയ്യേ, പരാതിയില്ലാതെ ചെയ്യേ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഇങ്ങനെ അത് പറയാതെ മിണ്ടാതെ പേശാമ ചെയ്യേ. വായിച്ചേ, മുറുമുറുപ്പോ തർക്കമോ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അതായത് വഴിപിഴച്ച ഒരു തലമുറയുടെ നടുവിൽ കുറ്റമറ്റ മക്കളാവട്ടെ. മനുഷ്യരൊക്കെ നോക്കുമ്പോൾ അതാണ്ട് ആ ചേച്ചി, അയ്യോ പാവം, ഇത്രയും തിരക്ക് കഷ്ടപ്പെട്ട് പാവം പണിയൊക്കെ എടുത്ത് പള്ളിയിലൊക്കെ പോയി, നല്ല ഒരു അമ്മച്ചിയാണ് എന്ന് കാണുമ്പോൾ തന്നെ വഴിപിഴച്ച ആളുകൾക്ക് ഒരു കുറ്റബോധം തോന്നും. നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് വലിയ സമാധാനം തോന്നുന്നു. കാരണം എന്താ പറ, അവരെക്കാളും ഭേദം ഞങ്ങൾ തന്നെ എന്ന് അവർക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവും, അല്ലേ? നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമാണ്. അവർക്ക് ഒരു തരത്തിലും ഒരു കുറ്റബോധവും തോന്നില്ല നമ്മളെ കാണുമ്പോൾ. കാരണം എന്താണ്? നമ്മൾ അവരെക്കാളും മോശമാണ്. എന്നാലും നമ്മൾ നന്നായിട്ട് ജീവിച്ചാലോ, എല്ലാ കാര്യവും പരാതിയും കൂടാതെ ചെയ്ത് നല്ല ദൈവമക്കളായിട്ട് ജീവിച്ചാലോ, കുടുംബത്തിലെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് നല്ല ദൈവമക്കളായിട്ട് ജീവിച്ചാലോ, കഷ്ടപ്പാടിന് നടുവിലും കല്യാണം ഡൈവോഴ്സിനൊന്നും പോവാതെ നന്നായിട്ട് ജീവിച്ചാലോ, അതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നും? അതായത് എനിക്ക് ചില കുഞ്ഞുങ്ങളെ അറിയാം. അത് കേട്ടോ, എനിക്ക് ചില കുഞ്ഞുങ്ങളെ അറിയാം. അവർ വിശുദ്ധരാണെന്ന് ഞാൻ പറഞ്ഞാൽ അവർ എല്ലാ അർത്ഥത്തിലും അവർ വിശുദ്ധരാണ്. അവർ ഒരു പാവവും ചെയ്യാത്തവരാണ്, പാപം ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞാൻ അങ്ങനെ ചില കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിലെ ചില കുഞ്ഞുങ്ങൾ എന്തെന്നറിയാമോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ മരിച്ചു, ഭർത്താവ് മാത്രമേ ഉള്ളൂ, കൊച്ചിനെ വളർത്തി. അപ്പം അയാൾ എന്ത് ചെയ്തു? വേറെ കല്യാണമൊന്നും കഴിക്കാതെ, അങ്ങനെ ചെയ്യണമെന്നൊന്നല്ലേ പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയണം. വേറെ കല്യാണമൊന്നും കഴിക്കാതെ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളെയൊക്കെ വളർത്തി അവർക്ക് നല്ല മാതൃക കൊടുത്ത് ജീവിച്ചു. ഈ കുഞ്ഞുങ്ങൾ നല്ല വിശുദ്ധരായി. അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, ഭാര്യ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തു? വേറെ കല്യാണമൊക്കെ എല്ലാവരും നിർബന്ധിച്ച് വേറെ കല്യാണമൊന്നും കഴിക്കാതെ നിന്ന് പരിത്യാഗം ചെയ്ത് ചിലപ്പോൾ കാണുമ്പോഴൊക്കെ കഷ്ടം തോന്നും. അതേ ജീവിതത്തിൽ അവർക്കൊന്നും ആരുമില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ നിന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് നിന്ന് അതിന് ദൈവം കൊടുത്ത സമ്മാനമാണ് അവരുടെ വിശുദ്ധരായ മക്കൾ. അവരെ ദൈവം, അതായത് അവർക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും വില കൊടുത്തതിന് ഇവർക്ക് എന്താ സമ്മാനം? ഇവരുടെ മക്കളാണ് ഇവർക്കുള്ള സമ്മാനം. അയ്യോ, എന്ത് നല്ല മക്കളാ, എന്തൊരു തനി തങ്കമാണ് മക്കള്. പറഞ്ഞേ ഹല്ലേലൂയ. ചില പിള്ളേരെയൊക്കെ കാണുമ്പോൾ എനിക്ക് തട്ടിക്കൊണ്ടു പോകാൻ തോന്നിയിട്ടുണ്ട്. എന്താണ് ഇവരെങ്ങ് തട്ടിക്കൊണ്ടുപോയാൽ എന്താണ്? മാതാപിതാക്കൾ ചോദിച്ചാൽ അവർ തരത്തില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? തട്ടിക്കൊണ്ടുപോകാനേ വകുപ്പുള്ളൂ. തട്ടിക്കൊണ്ടുപോയാലോ?
നല്ല പിള്ളേരാണ്. വായിക്ക്, വായി നോക്കിയിരിക്കാതെ. വഴിപിഴച്ചതും വായിക്ക് വക്രതയാർന്നതുമായ ഒരു തലമുറയുടെ മധ്യേ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അടുത്ത വാക്യം, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. പ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ. അതായത് മനുഷ്യർ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ചേട്ടാ, ഞാനൊരു അച്ഛനാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ എനിക്കൊരു കുടുംബമില്ല. പക്ഷെ എൻ്റെ കുടുംബമാണ് ചേട്ടൻ്റെയും കുടുംബം ഉൾപ്പെടുന്ന ദൈവമക്കളുടെ കുടുംബം. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. അതായത് ഇപ്പോൾ ചേട്ടന് നന്മയുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചേട്ടന് അഭിവൃദ്ധിപ്പെടണം, ചേട്ടൻ രക്ഷപ്പെടണം, ചേട്ടന് അഭിവൃദ്ധി ഉണ്ടാവണം. ഇതെൻ്റെ ആഗ്രഹമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ഈ ആൾക്കാരെ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അത് ഞാൻ കടമ തീർക്കാൻ പറയുന്നതല്ല. 101 തവണ ഞാൻ എൻ്റെ ഉള്ളിൽ ചങ്ക് പൊട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടനും ഇത് ചേട്ടനെ പോലെയുള്ള എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നന്മയുണ്ടാവണം. അതെന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷം തരണം. എങ്ങനാ? നല്ല കുടുംബമായിട്ട് ജീവിച്ച് ഞങ്ങളെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അത്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ തല്ലാനൊക്കെ ഇങ്ങനെ വാക്കത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അയ്യോ നിങ്ങളുടെ അച്ഛന്മാർക്ക് സന്തോഷം ആയിക്കോട്ടെ, വാക്കത്തി താഴെ വെച്ചേക്കാം. നിങ്ങൾ തല്ലൊന്നും കൂടുന്നില്ല, ഞങ്ങൾ നന്നായിട്ട് ജീവിക്കാം, ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചോളാം. മോളെ അനുഗ്രഹിക്കുക ഈശോ. ഞങ്ങൾ നന്നായിട്ട് കിടന്നു, കുഴപ്പമില്ല, കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലതായിട്ട് അപ്പസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാവും. നിങ്ങൾ നല്ല പാവമല്ലേ പൗലോസ് അപ്പസ്തലനൊക്കെ? ജയിലിൽ കിടന്നോണ്ടേ എഴുതുന്നത്. മക്കളെ, നിങ്ങൾ നന്നായിട്ട് ഈ വക്രതയാർന്ന മനുഷ്യരുടെ ഇടയിൽ നല്ല മക്കളായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന എനിക്ക് സന്തോഷമാണ് മക്കളെ എന്ന് ഫിലിപ്പിയിലെ സഭയോട് എഴുതുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. പ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബൈബിളൊക്കെ